ഗതാഗത കുരുക്കൊഴിവാക്കാൻ നേര്യമംഗലം പാലത്തിൽ സ്ഥാപിച്ച സിഗ്നൽ സംവിധാനം നോക്കുകുത്തിയായി. ഇരുഭാഗത്തു നിന്നുമെത്തുന്ന വാഹനങ്ങൾ നിയന്ത്രിച്ച് കടത്തിവിടാൻ ലക്ഷ്യമിട്ടായിരുന്നു സിഗ്നൽ സ്ഥാപിച്ചത്. തിരക്കേറുന്ന സമയങ്ങളിൽ പാലത്തിൽ ഗതാഗത കുരുക്കും വാക്കുതർക്കവും പതിവാണെന്നിരിക്കെ എന്തിന് സിഗ്നൽ സ്ഥാപിച്ചുവെന്നാണ് ചോദ്യം. വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിലെ നീലക്കുറിഞ്ഞി വസന്തത്തിന് മുന്നോടിയായി നേര്യമംഗലം പാലത്തിലെ തിരക്കൊഴിവാക്കുന്നതിനായിട്ടായിരുന്നു പാലത്തിന് ഇരുവശങ്ങളിലും സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിയത്. നിശ്ചിത ഇടവേളകളിൽ പാലത്തിന്റെ ഇരുദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുകയുമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ സിഗ്നൽ സ്ഥാപിച്ചതൊഴിച്ചാൽ നാളിതുവരെ സിഗ്നൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല. മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ഇത്തവണയും നേര്യമംഗലം പാലത്തിൽ കുരുക്കും വാക്കുതർക്കവും രൂപം കൊണ്ടു കഴിഞ്ഞു. പോയ മധ്യവേനൽ അവധിക്കാലത്ത് ആംബുലൻസ് അടക്കം കുരുക്കിൽ അകപ്പെട്ടിരുന്നു. ഒരു വലിയ വാഹനത്തിനും ചെറുവാഹനത്തിനും കടന്നു പോകത്തക്ക വിസ്താരമേ നേര്യമംഗലം പാലത്തിനുള്ളൂ. തിരക്കേറുന്നതോടെ രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാലത്തിൽ കയറുകയും പിന്നീട് വാക്കുതർക്കമുണ്ടാവുകയും ചെയ്യുന്നത് പതിവാണ്. മുമ്പ് ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നെങ്കിലും ഫലവത്താകാതെ വന്നതോടെയായിരുന്നു സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചത്. തിരക്കേറുന്ന സമയങ്ങളിൽ ഇരുദിശകളിലേക്കും ക്രമം പാലിച്ച് പാലത്തിലൂടെ വാഹനം കടന്നുപോകും വിധം സിഗ്നൽ ക്രമീകരിച്ചാൽ പാലത്തിൽ കുരുക്ക് ഒഴിവാക്കാം. ന്യൂസ് ബ്യൂറോ, അടിമാലി.